ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പുകാലം നമ്മുടെ തന്നെ നിയോഗങ്ങളെ കുറെ കൂടി ആഴത്തിൽ ധ്യാനിക്കുന്നതിനുള്ള ഒരു ഒരുക്കകാലമാകുന്നുവല്ലോ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഒരു വലിയ അത്ഭുതത്തിന് ശേഷം വരുന്ന ഒരു ഭാഗമാണ് ഈ വേദഭാഗം. 5 അപ്പവും 2 മീനും കൊണ്ട് ഏകദേശം 5000 വരുന്ന ജനസമൂഹത്തെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് ആ പുരുഷാരത്തെ പറഞ്ഞയച്ചതിനു ശേഷം തൻ്റെ ശ്ലീഹന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് യാത്ര ചെയ്യുവാനായിട്ട് അവരെ നിർബന്ധിക്കുകയാണ്. എന്നിട്ട് കർത്താവ് തനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പിൻവാങ്ങുന്നു. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഗൗരവമായി എടുക്കേണ്ടത് ശിഷ്യന്മാരെ തനിച്ച് അക്കരയ്ക്ക് അയക്കുകയാണ്. തനിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്തു ഇല്ലാതെ അവരെ യാത്രയ്ക്കായിട്ട് അയക്കുകയാണ്. അവർ പോകുന്ന ഇടം എന്ന് പറയുന്നത് ഗലീല തടാകത്തിൽ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥലമാണ് ഗലീല തടാകം. ഒരു കാലത്ത് അവരുടെ ഉപജീവന മാർഗം ആ തടാകത്തിൽ നിന്നായിരുന്നു. പലതരത്തിൽ പല ദിവസങ്ങളിൽ അവർ ആ തടാകത്തിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നങ്ങനെയല്ല. തങ്ങളുടെ ഏത് യാത്രയും, തങ്ങളുടെ നിയോഗത്തിന് ശേഷം തങ്ങളുടെ ഏത് യാത്രയും ക്രിസ്തുവിനൊപ്പമായിരുന്നു. ഇവിടെ ക്രിസ്തു തനിച്ച് ഏകാന്തമായി പ്രാർത്ഥനയ്ക്ക് പോകുന്നു. തൻ്റെ പ്രേക്ഷിത ഗണത്തെ, തൻ്റെ ശിഷ്യ സമൂഹത്തെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ച് പടകിൽ പറഞ്ഞു വിടുക. ഇവിടെ ക്രിസ്തുവില്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്ന, വളരെ സുപരിചിതമായ ആ തടാകത്തിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരുന്ന ശിഷ്യ സമൂഹത്തിന് പെട്ടെന്ന് ഒരു കാറ്റും ഒരു കൊടുങ്കാറ്റും അതിൻ്റെ തിരകളും പ്രയാസം സൃഷ്ടിക്കുന്നു. ആ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ 4-ാം യാമത്തിൽ ക്രിസ്തു കടലിൻ്റെ മീതെ നടന്ന് തൻ്റെ ശിഷ്യ സമൂഹത്തിനടുത്തേക്ക് വരികയാണ്. ഒരു വേളയിൽ അവർ ഭൂതമെന്ന് പോലും നിരൂപിച്ചു. എന്നാൽ ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് ലീഹ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ ക്രിസ്തുവാണെങ്കിൽ അതുപോലെ നടക്കുവാൻ എന്നെയും അനുവദിക്കണമേ. ക്രിസ്തു നടന്നതുപോലെ നടക്കുവാൻ, വെള്ളത്തിന്മീതെ നടക്കുവാൻ എന്നെയും അനുവദിക്കണമേ. താൻ ക്രിസ്തു ചെയ്ത അത്ഭുതം അതേപടി തനിക്ക് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഈ പത്രോസിനുണ്ടാകുക. ക്രിസ്തു അതിനനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ നടന്നു തുടങ്ങി മുമ്പോട്ട് നടന്നപ്പോൾ ഈ കാറ്റും കോളും ഒരു വേളയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്ന് അവൻ്റെ നോട്ടം മാറിയപ്പോൾ അവൻ വെള്ളത്തിലേക്ക് താണു പോകുകയാണ്. ഇത് പത്രോസിന് നൽകിയ ഒരു പാഠമാണ്. പ്രേക്ഷിത ഗണത്തിന് നൽകുന്ന ഒരു പാഠമാണ്. നിയോഗങ്ങളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു ചെയ്തതുപോലെ നടക്കാൻ സാധിക്കും. ക്രിസ്തു ചെയ്തതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ അത്ഭുതങ്ങളുടെ മധ്യത്തിൽ നോട്ടം ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയാൽ അവൻ വലിയൊരു പരാജയമായി മാറുമെന്ന് ക്രിസ്തു അവനെ പഠിപ്പിക്കുകയാണ്. വളരെ കാലഘട്ടത്തിന് ശേഷം ക്രിസ്തു ഇല്ലാതാകുന്ന, കർത്താവിൻ്റെ മരണത്തിനും ഉയർപ്പിനു ശേഷം ഈ പടകിൽ ഒറ്റപ്പെട്ടതുപോലെ ക്രിസ്തുവില്ലാതെ യാത്ര ചെയ്യുന്ന പത്രോസ് ലീഹായെ ഒരത്ഭുതമായി അവിടെ മാറുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് ലീഹ നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും സ്പർശിക്കുവാൻ വേണ്ടി രോഗികൾ കാത്തുനിന്നു. നിഴൽ സ്പർശിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി. ക്രിസ്തു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ച പത്രോസ് ലീഹ
ചെയ്യുകയാണ്. അതിന് ക്രിസ്തു നൽകുന്ന ഒരു വലിയ നിയോഗം അവരെ ഒറ്റയ്ക്ക് താനായിരിക്കുമ്പോൾ, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് അവരെ വിട്ടു എന്നുള്ളതാണ്. എന്നാൽ വലിയൊരു പാഠത്തിലേക്കാണ് ആ അത്ഭുതം അവിടെ ക്രിസ്തു അവരെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു അവരോട് പറയാതെ പറയുകയാണ്, നിങ്ങൾ ഏത് അത്ഭുതം ചെയ്യുമ്പോഴും ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ നോട്ടം മാറിയാൽ ആ അത്ഭുതങ്ങൾ പരാജയമായിട്ട് മാറുമെന്നുള്ളത്. നാം ക്രിസ്തുവിന് വേണ്ടി അത്ഭുതമായി മാറുവാനുള്ള നിയോഗം ഏറ്റെടുക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ക്രിസ്തുവിൻ്റെ നോട്ടത്തിൽ നിന്ന് നാം മാറിപ്പോവാൻ ഇടയാകരുത്. ക്രിസ്തുവിൻ്റെ നോട്ടം മാറിപ്പോയാൽ നാം ഒരു പരാജയമായിട്ട് മാറും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ നോട്ടത്തിൽ നിന്ന് മാറിപ്പോയാൽ പത്രോസ്ലീഹ ഒരു വേളയിൽ പരാജയമായി. എന്നാൽ നിന്നെ പരിപൂർണമായി ഉള്ളിൽ വഹിച്ച പത്രോസ്ലീഹ അങ്ങയുടെ മരണശേഷം അനേകർക്ക് സൗഖ്യമായി മാറിയല്ലോ. നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നവരായ ഞങ്ങളെ നിൻ്റെ കൃപയിൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അത്ഭുതങ്ങൾ തരുന്ന ദൈവത്തെ മറക്കുവാൻ ഞങ്ങളുടെ ഇടയാക്കരുതേ. ഞങ്ങളുടെ നോട്ടം നിന്നിൽ നിന്ന് മാറുവാനിടയാകരുതേ. ഞങ്ങളൊരു പരാജയമായി നിൽക്കുവാനിടയാകരുതേ. നിന്നിൽ നോട്ടമർപ്പിച്ച്, നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് വിശ്വാസപൂർവ്വം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. ആമേൻ.